അതെന്തായാലും നല്ല ഊരുള്ള ഇനാണ്. എന്താന്നറിയോ, അത്രയും ആരോഗ്യമില്ലാതെ ആ വാഴയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ മനുഷ്യനെ കണ്ടുള്ള സ്ഥിതി എന്തായിരിക്കും? എന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ നല്ല പേടിയാ രാത്രി. ഇവിടുന്ന് വാഴയടക്കം അങ്ങോട്ട് കൊണ്ടുപോയി ഇതിലെ വലിച്ചും കൊണ്ട് പോയി. വാഴയില കെട്ടിയിരുന്ന അല്ലല്ല, മുട്ടിയിലായിരുന്നു. ഈ ചങ്ങല കുടുങ്ങിയപ്പോ മൊത്തത്തിൽ അങ്ങോട്ട് നിങ്ങൾ രാത്രി ഒരൊച്ച കേട്ട് എന്താ അറിയില്ല, എല്ലാം ഉറങ്ങിയ സമയമല്ലേ, അതുകൊണ്ട് എന്താന്ന് കറക്റ്റ് ആരും ഇറങ്ങി നോക്കിയില്ല, എല്ലാം ലൈറ്റ് ഒക്കെ ഓഫാക്കി ടൈമല്ലേ. പിന്നെ രാവിലെയാണ് കാണുന്നത്, ഈ പെണ്ണ് വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളും കാണുന്നത്. വിളിച്ച് അങ്ങനെ അവിടെ വലിച്ചോണ്ടിട്ട് വാഴ അടക്കം വലിച്ചോണ്ട്, ചങ്ങലുണ്ട്, വാഴയിലുണ്ട്, പട്ടിന്റെ കഴുത്തിലുണ്ട്. ഈ പട്ടീനെ നല്ലൊരു പട്ടിയാ, അതിനെ കെട്ടിയിട്ട് അതിനെ മരവും വാതിൽ എല്ലാം വാഴ അടക്കം കൊണ്ടുപോയി വലിച്ചോണ്ട് പോയി. അതേ അവിടെ കൊണ്ടിട്ടിട്ട് കുറെ നേരം അത് വെച്ചോണ്ട് ഇരുന്നായിരുന്നു ഇവര്. പിന്നെയാണ് അതിനെ കുഴിച്ചിട്ടതൊക്കെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ അമ്പലവയൽ കുപ്പക്കൊല്ലി ഈച്ചമാനിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്നലെ രാവിലെ ഈ ഒരു പ്രദേശത്ത് ഒരു വളർത്തുനായയെ പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല, ഒരു മാസം മുന്നേ നിരവധി വളർത്തുനായ്ക്കളെ പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു മാസത്തിന് ശേഷം വീണ്ടും ഇതേ പ്രശ്നം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് വളർത്തുനായെ പുലി ഒരു 90% ഭക്ഷിച്ച നിലയിൽ വീട്ടുകാർ കണ്ടെത്തുന്നത്. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാറ്റിയാണ് ബോഡി കിട്ടുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. വലിയ രീതിയിലാണ് ആളുകളുള്ളത്. മാത്രമല്ല, ഈ പ്രദേശത്തൊന്നും ഒരു ഫോറസ്റ്റ് ഇല്ല, ഫോറസ്റ്റ് അടുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിലാണ്. പുലി വസിക്കുന്നത് ഈ തൊട്ടടുത്തുള്ള ഒരു എസ്റ്റേറ്റിൽ നിന്നാണ് പുലിയും കടുവയൊക്കെ ഇറങ്ങി വരുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പോകാം. എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. ഇത് അമ്പലവയൽ ഈച്ചമാനിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ വീട്ടിലെ വളർത്തുനായയാണ് പുലി കൊണ്ടുപോയത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ സോബിൻ. ഈ സ്ഥലം കുപ്പക്കൊല്ലി. കഴിഞ്ഞ ദിവസം എപ്പോഴാണ് സംഭവം നടന്നത്? രാത്രി തന്നെ, വൈകിട്ട്. മിനിഞ്ഞാന്ന് രാത്രി. നിങ്ങൾ അറിഞ്ഞോ സംഭവം? ഇല്ല, ഒച്ച കേട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. എവിടെയായിരുന്നു പട്ടി ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് പിടിച്ചോണ്ട് പോയേ? അതെ, നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് ഇവിടെ ഇതാക്കുമായിരുന്നു. ഇവിടെ കെട്ടിയിരുന്നല്ലേ? ഇവിടെ കെട്ടി. ഇവിടുന്ന് വാഴയടക്കം അങ്ങോട്ട് കൊണ്ടുപോയി ഇതിലെ വലിച്ചും കൊണ്ട് പോയി. വാഴയില കെട്ടിയിരുന്ന? അല്ലല്ല, മുട്ടിയിലായിരുന്നു. ഈ ചങ്ങല കുടുങ്ങിയപ്പോ മൊത്തത്തിൽ അങ്ങോട്ട് വലിച്ചോണ്ട് പോയി. അന്നേരം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെയാ. ഒന്ന് കാണിച്ചോ ഇങ്ങോട്ടാ. അവിടെ ക്യാമറ ഉണ്ട്, അതിൽ പോണ്ടെന്ന് പറഞ്ഞു. ഫ്ലാഷ് അടിക്കാൻ ചാർജിന്റെ ക്യാമറ അവർ ഇന്നലെ അങ്ങോട്ടാ കൊണ്ടുപോയി. അപ്പൊ ഇതിലെ അങ്ങോട്ട് ക്രോസ് ചെയ്യണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കുറച്ചുപേര്. ഒരു ക്യാമറ ഉള്ളൂ? ഒന്നേ വെച്ചിട്ടുള്ളൂ. ഇതിന് മുന്നേ ഇങ്ങനെ പുലിയുടെ ശല്യം ഇവിടെ ഈ ഭാഗത്ത് ഉണ്ടാകല്ലോ? ഒരു 2 ആഴ്ച മുമ്പ് ഈ ടാങ്കിന്റെ അവിടെ കിടക്കുന്നുണ്ടെന്ന് ഇവിടെ മുകളിൽ അവർ കണ്ടായിരുന്നു. ഇവിടെയോ? മുകളിലെ ടാങ്കില്ലേ, വാട്ടർ ടാങ്കിന്റെ അല്ലേ? വാട്ടർ ടാങ്ക്. ഇതൊക്കെ വീടുള്ള സ്ഥലമല്ല? ഇത് ഇവിടുന്ന് ഇതാക്കി ഇവിടെ കിടന്നേ. ആ വാഴ ഇത് ഇവിടുന്ന് ആ വാഴ അടക്കം വലിച്ചോണ്ട് പോകുന്നു കേട്ടോ. ഇവിടെ കിടന്നല്ലേ? ആരേലും പുലിയെ നേരിട്ട് കാണുന്ന? ഇവരെ ഒച്ച കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാറ്റും മഴ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതെ. ഇനിയിപ്പോൾ എന്താ ഫോറസ്റ്റുകാരെ അറിയിച്ചപ്പോൾ അവരെന്താ പറഞ്ഞേ? അവർ ഇന്നലെ നൈറ്റ് വന്നായിരുന്നു. ക്യാമറയിലും എല്ലാം കിട്ടുമല്ലോ ചെയ്തോ? ഇന്നലെ വന്നിട്ടില്ല. ഇത് മുഴുവനായിട്ട് ഭക്ഷിച്ച രീതിയിലായിരുന്നു? അതെയോ പാതി ഭക്ഷിച്ച രീതിയിലാണ്? തല മാത്രമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് കഴിച്ചല്ലേ. കുറേ സമയം ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ പിന്നെ അവർ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് മറയ്ക്കാനും ഫുള്ള് ലൈറ്റ് ഇടാനും പറഞ്ഞു. ഇവിടെ പശുക്കളുള്ള സ്ഥലമല്ലേ? നമ്മളെ വീട്ടിലുണ്ടല്ലോ. ഓ, തൊട്ടടുത്ത് തന്നെ അത് എടുത്തുണ്ടാവും അല്ലേ? അതാ തൊട്ട് താഴെ നമ്മൾ ഇറങ്ങിയെടുത്ത് തന്നെ ഉണ്ടല്ലോ. ഇവർ കണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ ജനവാസ മേഖലകളായിട്ടുള്ള സ്ഥലമാണ്. ഇതിലെല്ലാം ചുറ്റുപാടും വീടുകളുള്ള സ്ഥലമാണ്. ഇവിടെയല്ലേ കിടന്നല്ലേ? ചോട്ടിലാണ് കേട്ടോ.
അപ്പോൾ ഈ വീടും ഇതുമായിട്ട് ഇത്രയും ദൂരത്തിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പുറത്തും വീടാ. ഇവിടെയൊക്കെ എല്ലായിടത്തും വീടുകളുള്ള സ്ഥലം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് അപ്പുവിടെ അയൽവാസിയല്ല. അയൽവാസി അല്ലേ? അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ പുലിയുടെ ശല്യം ഭാഗത്ത് മേൽഭാഗത്തുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ച് പോവുക ചെയ്തു. ഓഹോ. ഇതിന് മുന്നേ പലരും കണ്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെ മുന്നേ കണ്ടിരുന്നു. ഫോറസ്റ്റുകാർ സ്ഥിരമായിട്ട് ഇവിടെ കുറേ കാലം നിന്നിരുന്ന വണ്ടിയൊക്കെ ആയിട്ട്. ഓഹോ. ഇവിടെ കടുവേനെ പിടിച്ച് മേലുന്നാണല്ലോ പോയത്. തൊട്ടുമുകളിന്നാ? തൊട്ട് മുകളിന്നാണല്ലോ. ഏത് വർഷം അത്? അതിപ്പോ ഒരു വർഷം ഒന്നര വർഷമായിട്ടേ ഉള്ളൂ. ആണല്ലേ? അപ്പോൾ ഈ കടുവ പുലിയൊക്കെ ഉണ്ടല്ലോ. ഫോറസ്റ്റ് ഉണ്ട് അടുത്ത്? അടുത്ത് എസ്റ്റേറ്റ് ആണ്. ഉപ്പമുടി എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിൽ നിന്നായിരിക്കും വരുന്നത്. ഇങ്ങനെ എല്ലാത്തിനും നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അവിടെ? ഉപ്പമുടി എസ്റ്റേറ്റ് പാറയും കെട്ടൊക്കെയാണ്. ആണല്ലേ? പാറയും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ? ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടുന്ന് പിടിച്ചായിരുന്നു. ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായിരുന്നു. ഒരു മാസം മുന്നേ ഈ തൊട്ട് മുകളിൽ 4-5 പട്ടികളെ കൊണ്ടുപോയായിരുന്നു. 4-5 പട്ടികളുണ്ടായി. ഓഹോ. അത് പ്രഗ്നന്റ് ആയിരുന്നു. ആ കുഞ്ഞുങ്ങളെയും പട്ടീനടക്കം തിന്നായിരുന്നു. അപ്പോൾ അവർക്ക് ഫോട്ടോയിൽ കിട്ടിയായിരുന്നു ക്യാമറയിൽ നിന്ന്. അപ്പോൾ അവർ പറയുന്ന പുലിനെ പിടിക്കാൻ ഇതില്ല എന്ന് പറയുന്നത്. എന്നിട്ടാണ് പടക്കം പൊടിച്ചിട്ട് ഓടിച്ചത്. പുലിനെ പിടിക്കാൻ പറ്റില്ല, കടുവയാണെങ്കിൽ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അല്ലേ? ഈ കുറച്ച് നാളായിട്ടുണ്ട് ഈ പ്രദേശത്ത്. എവിടെയുണ്ട്? ഈ തൊട്ട് മുകളിൽ ആ ചേച്ചി വെളുപ്പിന് 4 മണിക്ക് പണിക്ക് പോകുന്നതാണ്. അപ്പോൾ അവർ തുണിയിലൊക്കെ നേരത്തെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലേ? പുലിയുടെ ഇതിൽ തന്നെ വന്നോണ്ടല്ലേ? ഇതിലെ നേരെ ഇങ്ങനെ തന്നെ വലിച്ചോണ്ട് വന്നു കേട്ടോ. അവിടെ ക്യാമറ ഇല്ലേ? അങ്ങോട്ട് പോണ്ട. അതിൻ്റെ മുന്നേ പോവായിരുന്നു അത്. എവിടുന്നാ കിട്ടിയേ? കാൽപ്പാട് എവിടെയാ? ഇവിടെ കിട്ടി. അതാ കണ്ടില്ലേ? എവിടെയാ? ഇതാ ഈ ഉണങ്ങിയ മണലിൻ്റെ അവിടെ കണ്ടോ? ഇതിങ്ങനെ പോയത് ക്ലിയർ അല്ലല്ലേ? നനഞ്ഞ മണ്ണാണെങ്കിൽ കറക്റ്റ് കിട്ടിയാണ്. ഇവിടെയും കിട്ടുമല്ലോ. അവിടെ ഉണ്ട്. ഇതോ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതിൽ. പിന്നെ ഇന്നലെ എല്ലാ പിള്ളേരും കൂടി ഓടി നടന്നപ്പോഴേ മാഞ്ഞു പോയി കാണും അല്ലേ? ഉണക്കമണ്ണല്ലേ? ഇതല്ലേ നിങ്ങളുടെ വീട്? ഇത് നമ്മുടെ വീട്. ഇതാ തൊഴുത്തല്ലേ? ഈ വാഴ ഇതിങ്ങനെ പോരെ അടക്കമാണ് വലിച്ചു. ഇവിടെ നിന്ന് വാഴ അടക്കമാണ് വലിച്ചുകൊണ്ട് പോയി നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് കേട്ടോ. ഇതിൻ്റെ ചോടാണ് കൊണ്ടുപോയതല്ലേ? ഈ വാഴേൻ്റെ ചോടാണ് അവിടേക്ക് വലിച്ചു കൊണ്ടുപോയതല്ലേ? ഇത് മൊത്തം അങ്ങോട്ട് വലിക്കുകയത്. ഈ മുട്ടിയൊക്കെ ചാടിച്ചിട്ടായിരിക്കും അല്ലേ? ഇതിൻ്റെ മുകളിലായിരുന്നു. ഈ സിമെന്റ് കട്ടേൻ്റെ മുകളിലായിരുന്നു ഇരുന്നത്. ചതില് കയറാണ്ട് അടക്കി വെച്ചതായിരുന്നു. ഇതിൻ്റെ അടിയിൽ മുട്ടിയിലാണ് നമ്മൾ കെട്ടി വെച്ചത്. ഇത് കാൽപ്പാടാ ഈ കാണുന്നത്? അപ്പം എൻ്റെ ചവിട്ടായിരിക്കും. അവർ പറഞ്ഞു പിന്നെ ഫുള്ള് ഗ്രീൻ നെറ്റ് വെച്ചിട്ട് മറയ്ക്കാൻ പറഞ്ഞു. തൊഴുത്തല്ലേ? അപ്പം മൊത്തം മറച്ചു. പിന്നെ ബൾബ് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. ക്രാവൊക്കെ ഉണ്ടല്ലോ. ക്രാവുള്ളത് കൊണ്ട് പേടി. ഇതിനൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ചെറുതുങ്ങളെ നോക്കിയേ പുലിയൊക്കെ പിടിക്കുള്ളൂ. അപ്പം പിന്നെ നമ്മൾ താഴെ വീട്ടിലേക്ക് വെക്കുന്നുണ്ട്. ക്രാവിനെ രാത്രി കൊണ്ടൊന്നും കെട്ടും. ബൾബ് 24 മണിക്കൂറും. ആ പട്ടിയുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാത്ത. കുട്ടീനെ പിടിച്ച് പോയിട്ടുണ്ടാവും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സതീഷ്. നിങ്ങൾ രാത്രി ഒച്ച കേട്ടോ? നിങ്ങൾ രാത്രി ഒച്ച കേട്ട് എന്താ അറിയില്ല, എല്ലാം ഉറങ്ങിയ സമയമല്ലേ, അതുകൊണ്ട് എന്താന്ന് കറക്റ്റ് ആരും ഇറങ്ങി നോക്കിയില്ല. എല്ലാം ലൈറ്റൊക്കെ ഓഫാക്കി ടൈമല്ലേ. പിന്നെ രാവിലെയാണ് കാണുന്നത്. ഈ പെണ്ണ് വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളും കാണുന്നത്. വിളിച്ച് അങ്ങനെ അവിടെ വലിച്ചോണ്ടിട്ട് വാഴ അടക്കം വലിച്ചോണ്ട് ചങ്ങലുണ്ട്, വാഴയിലുണ്ട്, പട്ടിന്റെ കഴുത്തിലുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. ബാക്കി ഹോട്ടലൊക്കെ തിന്നു തീർത്തു. വാഴയടക്കം വലിച്ചോണ്ട് ഒച്ച കേട്ടു. പിന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയമല്ല, അതുകൊണ്ട് ഈ ഭാഗത്ത് വല്ലാതെ ഇപ്പൊ പുലിസിന് മേലെ ഒരു 3-4 പിടിച്ചെന്നാ പറഞ്ഞത്. ഇതിന് മുന്നേ വലിയ ബുദ്ധിമുട്ടല്ലേ? അത് വലിയ ബുദ്ധിമുട്ട് തന്നെ. നിങ്ങളുടെയൊക്കെ വീട്ടിലങ്ങനെ നമ്മുടെ തൊട്ടായൊരു പട്ടിയുണ്ട്. ആണല്ലേ? അന്ന് നമ്മൾ പിന്നെ അതിനകത്ത് കെട്ടിക്കൊണ്ട് നമുക്ക്. അതെ അതെ. പശു ഉണ്ടോ വീട്ടില്? പശുവില്ല. പശു ഇവിടെ ഈ ഭാഗത്ത് യോജന മാത്രമേ ഉള്ളൂ. അല്ലേ? പശുവുള്ളവർക്കും പട്ടിയുള്ളവർക്കും ഒരു പേടിയാണ്. എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും പേടി തന്നെ. ഇവരെന്താ പിടിക്കുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അല്ലേ? അവരിപ്പോ ഇന്നലെ ക്യാമറ വെച്ച് പോയിട്ടുണ്ട്.
2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, കുടിവെള്ളത്തിൻ്റെ വാട്ടർ ടാങ്ക് ആയിരിക്കും. നമ്മളെ കുടിവെള്ളത്തിൻ്റെ ടാങ്ക്. ഇവിടെയാണ് ഇന്നാളെ പുലിയെ കണ്ടെന്ന് പറഞ്ഞേ. അവിടുന്ന് നമ്മൾ ഒരു പയ്യൻ കണ്ട് പേടിച്ച് വേഗം വണ്ടി വരെ വീട്ടിൽ നിർത്തി വേഗം വീട്ടിൽ പോയി. അത് എത്ര മണിക്കാ? രാത്രി ആയില്ലേ? രാത്രി തന്നെ അല്ലേ? ഇന്നലെ 12 മണി കഴിഞ്ഞ ശേഷം. ഈ ഭാഗത്ത് ഇതിന്റെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. ഉണ്ട് അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാണ് രാത്രി. ഇപ്പം അതന്നെ സ്കൂള് പിന്നെ അടച്ചോണ്ട് എല്ലാ പിള്ളേരും എല്ലാവർക്കും പേടി തന്നെയാണ്. പിള്ളേരും പുറത്തു വിടാനും ഒന്നും പറ്റില്ല. പിള്ളേരൊക്കെ പുറത്ത് കളിക്കുന്ന ടൈമും ഒക്കെ നമ്മൾ വിശ്വസിച്ച് ഒറ്റയ്ക്ക് നിർത്തി പോകാനും പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. ചിലർ രാത്രി പണി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് തങ്കം, വിജയലക്ഷ്മി. വലിയ പ്രയാസത്തിലായിരിക്കുമല്ലോ? പ്രയാസമാണ്. രാത്രിയിൽ പേടിയാണ് പുറത്തിറങ്ങാൻ. ഒന്നാമത് അടച്ചുറപ്പുള്ളൊരു വാതിൽ പോലും ഇല്ല വീടിനെ. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ നല്ല പേടി തന്നെ. കുറച്ച് നാളായിട്ട് തോന്നുന്നല്ലേ പുലി? അതിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഒരു 2 മാസം മുന്നേ ഇവിടെ 3 പട്ടികളെയൊക്കെ കടിച്ച് കീറിയിട്ട് അന്ന് നമ്മൾ അവർ ഫോറസ്റ്റുകാർ വന്നിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ വീണ്ടും ഈ പട്ടീനെ നല്ലൊരു പട്ടിയാണ്. അതിനെ കെട്ടിയിട്ട് അതിനെ മരവും വാതിൽ എല്ലാ വാഴ അടക്കം കൊണ്ടുപോയി. വലിച്ചോണ്ട് പോയി അതേ അവിടെ കൊണ്ടിട്ടിട്ട് കുറേ നേരം അത് വെച്ചോണ്ടിരുന്നായിരുന്നു ഇവര്. പിന്നെയാണ് അതിനെ കുഴിച്ചിട്ടതൊക്കെ. തല മാത്രം ഉണ്ടായിരുന്നല്ലോ? തലയും കുറെ കുടലും. അതെന്തായാലും നല്ല ഊരുള്ള ഇനാണ്. എന്താന്നറിയോ, അത്രയും ആരോഗ്യമില്ലാതെ ആ വാഴയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ മനുഷ്യനെ കണ്ടുള്ള സ്ഥിതി എന്തായിരിക്കും? എന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ നല്ല പേടിയാ രാത്രി. പുറത്തായിരിക്കും. പുറത്ത് അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് പോകണം. നല്ല പ്രയാസാ. ഇന്നലെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാതെ ഇരിക്കുക ഇത് പേടിച്ചിട്ട്. ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഉള്ളൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പുറത്ത് ആ കാടുള്ളിടത്തോളം കാലം തോട്ടേ ഉള്ളിടത്തോളം ത്രൂ കണക്ഷൻ ആയിട്ട് ഇങ്ങോട്ട് വരാം. അവർക്കൊരു മടുപ്പൊന്നുമില്ല. അവിടെ ലേശം തീറ്റ കുറഞ്ഞാൽ അങ്ങോട്ട് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ പന്നി, കുരങ്ങ്, അത് സാധനമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതൊന്നും ശീലിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനിതൊക്കെ ശീലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഈച്ചമാനിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത്, കുപ്പക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ വന്നു. ആ ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് പോയ ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടു. തികഞ്ഞ ജനവാസ മേഖലയാണ്. അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ല. പുലി ഒക്കെ ഇറങ്ങി വരുന്നത് തൊട്ടടുത്തുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അവിടെയാണ് പുലിയും കടുവയും ഒക്കെ സ്ഥിരമായിട്ട് താമസിക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ആളുകൾ വലിയ ഭീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് വീട്ടിലെ പിള്ളേരൊക്കെ പുറത്തൊക്കെ കളിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇത്തരം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ആളുകൾ വലിയ ഭീതിയിലാണ് പിള്ളേരുടെ കാര്യം ഓർത്തിട്ടും. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ, പട്ടിയും അതുപോലെ തന്നെ പശുക്കളൊക്കെയുള്ള ആളുകളുണ്ട്. ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ക്യാമറ ട്രാപ്പിൽ അത് കുടുങ്ങുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളിനി നോക്കി കാണേണ്ടത്. എത്രയും പെട്ടെന്ന് പുലിയെ കൂട് വെച്ച് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. കൃത്യം 1 വർഷം മുന്നേ ഈ പ്രദേശത്ത് തന്നെ ഒരു കടുവയെ പിടിച്ചതാണ്. ഏതായാലും പുലിയെ കൂട് വെച്ച് കൊണ്ടുപോയി ആളുകളുടെ സ്വൈര്യ ജീവിതം എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്നുള്ളത് തന്നെയാണ് ആളുകളൊക്കെ ആവശ്യപ്പെടുന്നത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.